എന്താ നിങ്ങളുടെ അഭിപ്രായം? മുത്തശ്ശിയുടെ ചോദ്യത്തിൽ നന്ദ ഞെട്ടിത്തറച്ചു നിന്നു. ദേവനും ലൂക്കയും പരസ്പരം നോക്കി. രേവതിയമ്മ ദേവച്ചനെയും രൂപദച്ചുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ദാസേട്ടന് നവ്യ നല്ല സന്തോഷത്തിലാണ്, മറ്റുള്ളവരും ഹാപ്പിയാണ്. അല്ലമ്മേ, അത് ദേവേട്ടന്റെ സഹോദരിയുടെ മകന് ഇവളെ പറഞ്ഞു വെച്ചത്, പക്ഷെ ഉറപ്പിച്ചിട്ടില്ല. എന്നാൽ അവരോടുകൂടെ ഒന്ന് ചോദിക്കാതെ, പിന്നെ അവിടുത്തെ അച്ഛനും അമ്മയും ഇല്ലാതെ. രേവതി ഒരു പരിങ്ങലോടെ പറഞ്ഞു. ദേവനാരായണനൊന്നും പറഞ്ഞില്ല. മുത്തശ്ശന്റെ ചോദ്യമെത്തി. എല്ലാവരുടെയും ഹൃദയമിടിപ്പ് ഉയർന്നു. ഞങ്ങൾ അച്ഛനും അമ്മയാണെങ്കിലും അവളുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് അവളുടെ ഏട്ടന്മാരാ. പിന്നെ എൻ്റെ മോളുടെ തീരുമാനം അവർ തീരുമാനിക്കട്ടെ. എന്താ ദാസ, നിന്റെ അഭിപ്രായം പറഞ്ഞോളൂ. ദേവച്ചൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ആരും കരുതിയില്ല. എല്ലാ അച്ഛൻ പറയുന്ന പോലെ എനിക്കൊരു ഇഷ്ടക്കുറവില്ല. ദച്ചുവിൻ്റെയും ദേവന്റെ അഭിപ്രായം കൂടെ ചോദിച്ചിട്ട് ശബ്ദം താഴ്ത്തിക്കൊണ്ട് ദാസേട്ടൻ പറഞ്ഞു. എന്താ ദച്ചു, എന്താ നിന്റെ അഭിപ്രായം? നിന്റെ എന്ന് പറയുമ്പോൾ അത് രൂപയുടെ കൂടെ ആയിരിക്കണം. ദേവച്ചൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. പക്ഷെ അത് ജീവിക്കേണ്ട നന്ദയും പ്രാണയുമല്ലോ, അവർ തീരുമാനിക്കട്ടെ. എന്നെ നന്ദുട്ടിയുടെ ഇഷ്ടമാണ് എൻ്റെ. പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ദച്ചു പറഞ്ഞില്ല. എന്താ രേവതി, ഇളയപുത്രനോട് ഇനി പ്രത്യേകിച്ച് ചോദിക്കണോ? ലൂക്കക്കും ആവാം അഭിപ്രായം. ദേവച്ചൻ്റെ വാക്കൊരു വശത്ത് സന്തോഷം ഉളവാക്കുന്നുണ്ടെങ്കിലും മറുവശത്തൊരു ചോദ്യചിഹ്നമാണ്. സച്ചിനുമായിട്ടുള്ള ബന്ധത്തോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള. ബാക്കിയുള്ള നന്ദയുടെയും പ്രാണയുടെയും ഇഷ്ടം. അതേ ദേവച്ച, അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവൾ തീരുമാനിക്കട്ടെ. ലൂക്കയും തീരുമാനം അറിയിച്ചു. പറയുന്നെന്താ, എന്താണ് നിന്റെ തീരുമാനം? ശേഷം തീരുമാനിക്കാം. തരിപ്പോടെ തറഞ്ഞു നിൽക്കുന്ന നന്ദക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. രുദ്രന്റെ കാര്യം തുറന്നു പറയാൻ ഉള്ളം വെപ്പുന്നു. എന്നാൽ പറഞ്ഞാൽ അത് തെറ്റാവൂ. അച്ഛനെയും അമ്മയെ അപമാനിക്കുന്നതിന് തുല്യാവും. അവൾ മൗനം പാലിച്ചു. എന്താ പ്രാണ നിന്റെ അഭിപ്രായം? എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ, മുത്തശ്ശൻ പറഞ്ഞു. പ്രാണ എല്ലാവരെയും നോക്കി. കൂട്ടത്തിൽ പ്രാവിയെയും. അവന്റെ മുഖത്ത് സന്തോഷമാണ്. അച്ഛനും അമ്മക്കും അതുപോലെ തന്നെ. എന്നാൽ അവന്റെ നോട്ടം ചെന്നെത്തിയ നന്ദയിലേക്കായിരുന്നു. കുഞ്ഞി കണ്ണുകൾ, നീണ്ട മുടി, പിടക്കുന്ന കണ്ണുകൾ. എനിക്ക് ആലോചിക്കുന്ന സമയം വേണം. പ്രാണയുടെ മറുപടി നന്ദ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് അവനെ നോക്കി. ആ കണ്ണുകളിൽ അവൻ കണ്ടത് മറ്റാർക്കോ വേണ്ടി പിടക്കുന്നതാണ്. ശരി, എല്ലാവരും ചേർന്ന് ഒരു ദിവസം വീട്ടിലേക്ക് ഇറങ്ങി അച്ഛനോട് അമ്മയോട് ചോദിച്ചിട്ട് തീരുമാനം എടുക്കാം. പിന്നെ നന്ദ, അവളൊരു മറുപടി അറിയില്ല. അതിന് കാരണം എനിക്കറിയാം. ദേവച്ചൻ പറയുന്നിട്ട് നന്ദ ഞെട്ടലോടെ അച്ഛനെ നോക്കി. ഇവൾക്ക് കൂടെ പിറക്കാതെ കുറച്ച് ഏട്ടന്മാർ കൂടെ ഉണ്ട്. അവരോട് ചോദിക്കണം. അല്ലേ നന്ദൂട്ടി? ദേവന്റെ കൂട്ടുകാരാ, പാവങ്ങളാ. നന്ദൂട്ടി നന്ദൂട്ടി എന്ന് വിളിച്ച് പുറകെ നടക്കും. അവരില്ലാത്തതിന്റെ വിഷമ. ചിരിയോടെ ദേവച്ചൻ പറഞ്ഞു. സമാധാനത്തിന്റെ ഒരു പുഞ്ചിരി അവളിലും തിളങ്ങി. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, എല്ലാവരോടും ചോദിച്ചൊരു തീരുമാനം എടുക്കാം. മുത്തശ്ശന്റെ അവസാന വാക്കും എത്തി. അമ്മേ, ഞങ്ങളിന്ന് വൈകിട്ട് ഇറങ്ങും. പഴനി വരെ ഒരു നേർച്ചയുണ്ട്. ഇനി വൈകിച്ചാൽ ശരിയാവില്ല. രേവതി അമ്മയാണ്. ഹോ, ദച്ചുവേട്ടന്റെ മുഖം തെളിഞ്ഞ്. വീടാ മനസ്സുണ്ടായിട്ടല്ല, നല്ല കാര്യത്തിനല്ല. മോടക്കം പറയുന്നില്ല. പോയി വരും, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. ഒരു പുഞ്ചിരിയോടെ എല്ലാവരും പിരിഞ്ഞു. കാറിൽ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ഭദ്രയുടെ വോമിറ്റിംഗ് എന്ന പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ടും ട്രെയിനിൽ പോകാമെന്ന് ഉറപ്പിച്ചു. ചന്ദ്രോത്തുനിന്ന് എല്ലാവരും യാത്ര പറയാനൊരുങ്ങി. നന്ദയുടെ മനസ്സാകെ ഇളകിമറിയുവാണ്. അപ്പോഴാണ് പ്രാണ മുറിയിലേക്ക് വരുന്നത്. ഒരിക്കലും കഴിഞ്ഞോ നന്ദുട്ടി? ചിരിതൂകി കഥകിന് മീതെ കൈ കെട്ടിന്നുകൊണ്ട് പ്രാണ ചോദിച്ചു. ആ ചേട്ടനോ? അകത്തേക്ക് പോയ ഒരിക്കലും കഴിഞ്ഞു. ആ ചാർജറിങ് എടുത്ത് അവൾ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവനൊരു പുഞ്ചിരിയോടെ ചാർജറുമായി അടുത്തേക്ക് നടന്നു വന്നു. ഹൃദയം പെരുമ്പറ കൊട്ടുന്നുണ്ടെങ്കിലും നന്ദ അത് പുറത്ത് കാണിച്ചില്ല. നിനക്ക് സച്ചിനെ ഇഷ്ടമാണോ? പ്രാണയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ നന്ദയൊന്ന് ഞെട്ടി. എന്നാൽ ധൈര്യം വിടാതെ അവൾ പറഞ്ഞു. അല്ല, ഇഷ്ടമല്ല അവനെനിക്ക്. കഴിഞ്ഞ ദിവസം ഹെൽമെറ്റ് കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് അടിച്ചപ്പോൾ അവൻ്റെ അണപ്പല്ല് വന്നു വീണ് ദേ എൻ്റെ കാൽച്ചൂട്ടില്ല. വൃത്തിയായിട്ട് ഇഷ്ടമല്ല എനിക്ക്. സച്ചിനോടുള്ള ഉറപ്പ് അവളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. അവളുടെ ധൈര്യവും ആരുടെ മുമ്പിലും തലകുനിക്കാത്ത സ്വഭാവം പ്രാണയ്ക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പം എന്നെയോ? പ്രാണയുടെ ആ ചോദ്യം നന്ദ പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. പ്രാണ ഒരടി പുറകിലേക്ക് വെച്ച്. ആക്രമിച്ചാലോ എന്ന ഭയം. പ്രാണയെ ഇഷ്ടമാണല്ലോ, എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എനിക്കും ഇഷ്ടം. പിന്നെ എൻ്റെ ദേവേട്ടനെ പോലുള്ളതുകൊണ്ട് ഇച്ചിരി ഇഷ്ടം കൂടുതലുണ്ട്. അവളുടെ വാക്കുകളിൽ നിഷ്കളങ്കം നിറഞ്ഞിരുന്നു. അതല്ല ഞാൻ ചോദിച്ചത്. എന്നെ കല്യാണം കഴിക്കാൻ, എൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണോന്ന്. ആ ഒറ്റ ചോദ്യം അവളുടെ എല്ലാ ധൈര്യവും ചോർന്നുപോയി. അതേട്ടാ. അവൾ വല്ലാതെ വിറക്കാൻ തുടങ്ങി. പ്രാണ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. ഇതിനുള്ള മറുപടി നിന്റെ കണ്ണുകൾ തരുന്നുണ്ടെന്നത് അത് എല്ലാവർക്കും മുമ്പിൽ ഞാൻ കണ്ടത്. ആരാണെന്നോ എവിടെയാണെന്നോ അറിയില്ല. എന്നാലും നിന്റെ കണ്ണു മനസ്സും പിടക്കുന്നത് മറ്റാർക്കോ വേണ്ടിയാണ്. ദേവന്റെ സാദൃശ്യം മാത്രമല്ല, ദേവനെപ്പോലെ തന്നെ ആയിരിക്കും ഞാൻ. നിനക്ക് നല്ലൊരു സഹോദരനായി ഇനി ഞാനുണ്ടാവും. നിന്റെ ഇഷ്ടം എന്തോ അതേ നടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നിന്റെ ഈ ചേട്ടനെ നടത്തി തരും. പോരെ നന്ദുട്ടി? പ്രാണ വാത്സല്യത്തോടെ തലോടി. നന്ദ ഉള്ളിലെ വേദനയുടെ കടിഞ്ഞാൻ പൊട്ടിച്ച് പ്രാണയുടെ നെഞ്ചിലേക്ക് വീണു. സോറി ഏട്ടാ, ഒരു നിമിഷമെങ്കിലും തെറ്റിദ്ധരിച്ചതിന് എനിക്ക് കഴിയില്ല മറ്റാരെയും സ്വീകരിക്കാൻ. കാരണം ഞാൻ അത്രമേൽ അവനെ സ്നേഹിച്ചു പോയി. സോറി ഏട്ടാ. അവൾ നിന്ന് കരഞ്ഞു. എന്താടാ ഇത്?
കരയില്ലേ, തൽക്കാലം ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, മോള് വിഷമിക്കേണ്ട. വാത്സല്യത്തോടെ അവളും തലോടി അവൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ഒരാളുടെ മനസ്സ് അവർ പറയാതെ മനസ്സിലാക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വിരളമായ കാഴ്ച. അങ്ങനെ നോക്കുമ്പോൾ പ്രാണ, യു ആർ എ പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്. പഴയിൽ ചെന്ന് കുളിച്ചു വേണമെന്ന ലക്ഷ്യത്തോടെയാണ് തലേന്ന് തന്നെ പുറപ്പെടുന്നത്. ചന്ദ്രോത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രയായി. പ്രാണയും പ്രാവിയുമാണ് അവരെ കൊണ്ടാക്കാൻ ചെന്നത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതോടെ അവരൊന്ന് പുണർന്നുകൊണ്ട് യാത്ര പറഞ്ഞു. നന്ദ പ്രാണ ഇറുകെ പുണർന്നു. മറ്റുള്ളവർ അതിനെ ഏത് രീതിയിലെടുത്താലും അവർക്കറിയുന്നൊരു സത്യമുണ്ട്, ദേവൻ തന്നെയാണ് പ്രാണ. അങ്ങനെ യാത്ര ആരംഭിച്ച് രാത്രി ആയതിനാൽ എല്ലാവരും പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ദേവന് മാത്രം ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ പതിയെ എഴുന്നേറ്റ് ഡോറിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. നല്ല തണുത്ത കാറ്റ് അവനെ തഴുകി. ചെറുതായി ചാറ്റൽ മഴയും ചാറി തുടങ്ങിയിരുന്നു. പെട്ടെന്ന് കൈകളിൽ ഒരു ചൂട് അനുഭവപ്പെട്ടപ്പോൾ ദേവൻ തിരിഞ്ഞു നോക്കി. ഭദ്രയാണ്. തൻ്റെ കൈത്തണ്ടയിൽ തലയാഴ്ച നിൽപ്പാണ്. എന്താടി വേണേ, ഓർക്കൊന്നുമില്ലേ? നല്ല തണുപ്പുണ്ട്, പോരാത്തിന് മഴ. നീ ചെന്ന് കിടക്ക്, വെറുതെ പനി പിടിക്കണ്ട. ഒരു കുഞ്ഞിനോടുള്ള വാത്സല്യമാണ് പലപ്പോഴും ദേവന് ഭദ്രയോട് തോന്നിയിട്ടുള്ളത്. ദേവേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നത്? ദേവൂട്ടിയെ കാണാൻ തോന്നുന്നുണ്ട് അല്ലേ? അവനിലേക്ക് ഒന്നുകൂടെ ചാഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു. ഒരു വാക്കുപോലും പറയാതെ എങ്ങനെയാണ് ഭദ്ര എല്ലാം മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് അവൾക്കത് സാധിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾ ദേവന്റെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു. ദേവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എങ്ങനെയാണ് എൻ്റെ മനസ്സ് വായിക്കാൻ നിനക്ക് കഴിയുന്നത്? ശാന്തമായ മുഖത്തോടെ ദേവൻ ചോദിച്ചു. അതിന് മറുപടിയൊന്നും ഭദ്ര നൽകിയില്ല. അവൾ ദേവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. ചാറ്റിൽ മഴ അവരെ പുൽകിക്കൊണ്ടിരുന്നു. ഭയം തോന്നുന്നു ഭദ്ര, നിന്നെ അളവിൽ കവിഞ്ഞ് സ്നേഹിക്കാൻ. നിന്നെയും നഷ്ടമാകുമോ എന്ന ഭയം. സ്നേഹിച്ചവരെയെല്ലാം നഷ്ടപ്പെട്ടിട്ടേയുള്ളൂ. നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ എല്ലാം നേടിയെടുത്തവൻ്റെ സന്തോഷമാണ് തോന്നുന്നത്. നിന്നോട് തോന്നുന്ന വികാരം അറിയില്ല. എല്ലാത്തിനും മീത ഭയമാണ്. നീയും എന്നെ വിട്ടുപോകുമോ എന്ന ഭയം. ദേവൻ യാന്ത്രികമായി പറയുന്ന വാക്കുകൾ ഭദ്രയെ ചുട്ടുപൊള്ളിച്ചു. ഇല്ല ദേവേട്ട, ദേവേട്ടനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല. കാരണം വേർപാടിൻ്റെ വേദന മറ്റാരെക്കാളും എനിക്കറിയാം. ഓർമ്മകളിൽ ചുട്ടെരിയുമ്പോൾ തോന്നുന്ന മനസ്സിൻ്റെ വിങ്ങൽ ഞാനും അനുഭവിക്കുന്നതാണ്. ദേവേട്ടിൽ നിന്നും ഭദ്രക്കൊരു വേർപാടിന് വിധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ദേവേട്ടൻ്റെ വലങ്കയിൽ ചേർത്ത് പിടിക്കാൻ, ഈ നെഞ്ചിൽ തലയായിക്കാൻ ദേവേട്ടനോടൊപ്പം ദേവൂട്ടിയും ഉണ്ടാകും. അവൾക്കല്ലാതെ മറ്റാർക്കും ഒരു വിധിക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. അത് ഈ നെഞ്ചിൽ തൊട്ട് ഈ ഹൃദയത്തിൻ്റെ മിടിപ്പറഞ്ഞിരുന്ന വാക്കാണ്. ദേവന്റെ നെഞ്ചിൽ തലോടിക്കൊണ്ട് അവൻ്റെ ശരീരത്തിലെ ചൂടിലേക്ക് അവൾ ഇഴുകിച്ചേർന്നു. ദേവൻ ഇറ്റ് വീഴാൻ വെമ്പുന്ന നീർത്തുള്ളിയോടെ ഭദ്രയുടെ മൂർത്താവിൽ അമർത്തി ചുംബിച്ചു. ദേവന്റെ ഭദ്രക്കായിട്ടുള്ള ആദ്യ ചുംബനം. രണ്ടാളുടെയും മനസ്സിലേക്ക് ദേവൂട്ടിക്കായി നെറ്റിത്തടത്തിൽ കൊടുത്ത ആദ്യ ചുംബനമാണ് ഓർമ്മ വന്നത്. അതൊരു അന്ത്യചുംബനമാണെന്നറിയാതെ അവൾക്കായി കാത്തിരിക്കുന്ന ദേവൻ. ഏറെ നേരം ഒന്നും മിണ്ടാതെ അവർ മൗനം പാലിച്ചു. മഴയുടെ ആക്കം കൂടി വന്നതോടെ രണ്ടാളും അടർന്നു മാറി. തിരക്ക് കുറവായതിനാൽ സീറ്റ് നമ്പർ നോക്കാതെ ഒഴിഞ്ഞൊരു സീറ്റിലേക്ക് അവരിരുന്നു. ട്രെയിനിലെ മറ്റു യാത്രക്കാരെല്ലാം നല്ല ഉറക്കത്തിലാണ്. ഭദ്ര പുറത്തേക്ക് നോക്കി ഇരിപ്പാണ്. ഭദ്ര, നീ ആരെയും പ്രണയിച്ചിട്ടില്ല? പലപ്പോഴും നിന്റെ വാക്കിൽ ഞാൻ നഷ്ടപ്രണയത്തിൻ്റെ വേദന അറിയാറുണ്ട്. ഉണ്ടോ ഭദ്ര? നിന്റെ ജീവിതത്തിൽ അത്തരം കഥാപാത്രങ്ങൾ ആരെങ്കിലും? ദേവനിൽ നിന്ന് എന്തെങ്കിലും ഈ ചോദ്യം പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഉത്തരം കയ്യിൽ സുരക്ഷിതമാണ്. ഭദ്ര ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഉണ്ട്, നഷ്ടപ്രണയമല്ല, നഷ്ടപ്പെടുത്തി കളഞ്ഞ പ്രണയം. ഒരിക്കലും ആ മുഖം എനിക്ക് വേദനയല്ല, മുന്നോട്ട് പൊരുതി ജീവിക്കാനുള്ള ഊർജ്ജമാണ്. അവളുടെ വാക്കിൽ വ്യക്തമായിരുന്നു അവളുടെ പ്രണയത്തിൻ്റെ ആഴം. എന്നാ പറ, ഞാനും കേൾക്കട്ടെ എൻ്റെ ഭാര്യയുടെ പ്രണയകഥ. നീ പുണ്യം ചെയ്യണം ഭദ്ര, എന്നെപ്പോലെ ഭർത്താവിന് കിട്ടാൻ. ആർക്ക് കിട്ടും ഇതുപോലൊരു ഭർത്താവിന്? ദേവൻ ചിരിയോടെ പറഞ്ഞു. പോടാ തെമ്മാടി, മറ്റാരോടും പറയാത്ത ഭദ്രയുടെ പ്രണയകഥ ഈ തെമ്മാടിയോട് പറയും. കാരണം? ഭദ്ര നിർത്തി. കാരണം? പുരികം ചുളുക്കിക്കൊണ്ട് ദേവൻ ചോദിച്ചു. കാരണം, ഒന്ന്, നിങ്ങളോട് കഥ പറയാനും കേൾക്കാനും എനിക്കിഷ്ടമാണ്. 2, നിങ്ങൾക്ക് പ്രണയം എന്താണെന്നറിയാം. 3, നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ പേരിലെങ്കിലും ഒരു സാമ്യമുണ്ട്. ഭദ്ര പറയുന്നതിന് അതിശയത്തോടെ ദേവൻ കാതോർത്തു. ദേവാനന്ദ്? ദേവന്റെ ചോദ്യം എത്തി. ദേവൻ അതിനുള്ള മറുപടി എത്തിയിരുന്നു. പതിയെ അവൾ കഥ പറയാൻ ആരംഭിച്ചു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം വളരെ സൈലൻ്റായ കുട്ടിയായിരുന്നു പണ്ടിയ. അതുകൊണ്ട് തന്നെ അധികം കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഏകാന്തത, ഒറ്റയ്ക്കിരിക്കാനായിരുന്നു ഇഷ്ടം. ഒരു മഴക്കാലം സ്കൂളിലെ കഞ്ഞിപ്പുറക്ക് പുറകിലിരുന്നുകൊണ്ട് പതിയെ ചോറ്റുപാത്രം തുറന്നു. അച്ഛൻ കൈകൊണ്ട് കുഴച്ച ചോറും മോരും, അതിൻ്റെ നടുക്കായി നല്ല കടുമാങ്ങാച്ചാറും ഒരു ഉപ്പിലിട്ട നെല്ലിക്കയും. നെല്ലിക്കെടുത്ത് കണ്ണടച്ചൊരു കടിയെടുക്കുമ്പോഴാണ് ദൂരെ നിന്ന ശബ്ദം ഞാൻ കേൾക്കുന്നത്. ദേവാ, ഓടി വാടാ! 12ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചേട്ടൻ കൂട്ടുകാരനെ ഉറക്കെ വിളിച്ചു. ആ വിളിക്ക് മറുപടി വന്നില്ലെങ്കിലും മഴയിൽ നനഞ്ഞു തീർന്നു കയ്യിലൊരു വാഴയിലുമായി ഓടി വരുന്ന ഒരു പൊടിമീശക്കാരൻ. വെളുത്ത നിറം, കാന്തം പോലെ കോർത്തു വലിക്കുന്ന കണ്ണുകൾ, ചിരിക്കുമ്പോൾ ഭംഗിയായി തെളിഞ്ഞാണെന്ന് നുണക്കുഴി. ഒരു നിമിഷം എനിക്ക് ചുറ്റും പൂമ്പാറ്റകൾ പാറി നടക്കുന്നതായി തോന്നി. എന്നാൽ പെട്ടെന്നൊരു ഇടിമിന്നൽ. ഞാൻ എന്തോർത്ത പോലെ കണ്ണുകൾ പിൻവലിച്ചു. എന്നാൽ വീണ്ടും എൻ്റെ കണ്ണുകൾ ആ ചെറുപ്പക്കാരിലേക്ക് നീണ്ടു.
വെട്ടിക്കൊണ്ടുവന്ന വാഴയിൽ വിരിച്ച് അതിലേക്ക് ചുറ്റുമുള്ള എല്ലാവരുടെയും ചോറ്റുപാത്രത്തിലെ വിഭവങ്ങൾ കമഴ്ത്തി കൂട്ടി അതിനെ ഉരുളൊട്ടി പങ്കിട്ട് കഴിക്കുന്നവർ ഇമ്മ വെട്ടാതെ നോക്കിയിരുന്നു പോയി. ദേവേട്ടൻ ആ പേര് അതിനോടകം മനസ്സിൽ പതിഞ്ഞിരുന്നു. താൻ കഴിക്കുന്നതിനേക്കാൾ തൻ്റെ കൂട്ടുകാരെ ഊട്ടുന്നതിലായിരുന്നു കൂടുതൽ ആവേശം. അന്നാണ് ഞാൻ ആദ്യമായി ദേവേട്ടനെ കാണുന്നത്. അന്നത് കണ്ണുകളുടെ ആകർഷണം മാത്രമായിരുന്നു. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണുകൾ ദേവേട്ടനെ തേടി തുടങ്ങി. അടുത്ത ദിവസം ഞാൻ കാണുന്നത് വീണ് മുട്ടുപൊട്ടിക്കരയുന്ന കുഞ്ഞനുജത്തെ സമാധാനിപ്പിക്കുന്ന ഒരേട്ടനായിട്ടാണ്. കയ്യിൽ പൊടി പറ്റാതെ കാത്തു സൂക്ഷിച്ച നാരങ്ങ മിഠായി അവൾക്കായി നൽകുമ്പോൾ ആ കണ്ണുകളിൽ കണ്ട തിളക്കം, ആ ചൊടിയിൽ വിരിഞ്ഞ പുഞ്ചിരി, അതിനുമുപരി കണ്ണുകൾ ഇറുകെ തുടച്ച് ഏട്ടൻ്റെ കവളിൽ അമർത്തി ചുംബിക്കുന്ന കുഞ്ഞു പെണ്ണ്. അന്നു മുതൽ ആരാധനയായിരുന്നു ദേവേട്ടനോട്. ദിവസങ്ങൾ പിന്നീട് അങ്ങോട്ട് സ്കൂളിലേക്ക് പോകാൻ തിടുക്കം കാട്ടുന്ന നാളുകൾ. ദേവേട്ടൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് അറിഞ്ഞോടെ ഒപ്പമെത്താനുള്ള കുതിപ്പായിരുന്നു പിന്നീട് അങ്ങോട്ട്. രാവും പകലുമില്ലാതെ പഠിച്ച് ക്ലാസ്സിൽ ഒന്നാമതായി. അങ്ങനെയൊക്കെ ഒരു ദിവസം സ്കൂളിൽ സീനിയേഴ്സ് തമ്മിൽ വലിയ വഴക്കായി. ഒരു കുഞ്ഞിൻ്റെ കൗതുകത്തോടെ കുട്ടികളെ വകഞ്ഞു മാറ്റി നോക്കുമ്പോൾ കാണുന്നു ഒരു ചേട്ടൻ്റെ നെറ്റിയിലെ ക്രിക്കറ്റ് ബാറ്റ് വെച്ച് ആഞ്ഞടിക്കുന്ന ദേവേട്ടനെയാണ്. എന്തോ ആ കാഴ്ച എൻ്റെ കണ്ണുകൾ നിറച്ചു. ആ കാഴ്ചയിലൂടെ ദേവേട്ടനോട് ഒരുതരം ഭയമായിരുന്നു. ആ ഭയമാണ് എനിക്ക് ദേവേട്ടനെ നഷ്ടമാക്കാനുള്ള പ്രധാന കാരണം. പിന്നീട് ഒളി കണ്ടിട്ട് നോക്കുമ്പോൾ ദേവേട്ടൻ എന്നെ കാണാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. അവൻ നടക്കുന്ന വഴികളിലെല്ലാം ഒരു നിഴലായി ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം സ്കൂൾ കലോത്സവത്തിന് ദേവേട്ടനെ ഒരു പാട്ടുപാടി. അപ്രതീക്ഷിതമായിട്ടാണ് അത് കേട്ടതെങ്കിലും അന്നു മുതൽ കണ്ണുകൾക്ക് തോന്നിയ ആകർഷണത്തെ താണ്ടി എൻ്റെ മനസ്സിലേക്ക് ആ മുഖം 10 മടങ്ങ് ആഴത്തിൽ പതിഞ്ഞു. എന്നാൽ അപ്പോഴും അതൊരു പ്രണയമായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പരീക്ഷയോടനുബന്ധിച്ച് 10ാം ക്ലാസ്സിനും 12ാം ക്ലാസ് വിദ്യാർത്ഥികളും ക്ലാസ് അവസാനിച്ചു. എല്ലാവർക്കും കൂട്ടുകാരെ പിരിയുന്ന സങ്കടമായിരുന്നെങ്കിൽ എനിക്ക് ദേവേട്ടനെ കാണാൻ പറ്റാവുന്ന ഒരു സങ്കടമായിരുന്നു. പിന്നീടുള്ള ഓരോ ദിവസവും ഓരോ യുഗം പോലെ തോന്നി തുടങ്ങി. എന്നിരുന്നാലും പഠിപ്പിൻ്റെ കാര്യത്തിൽ ഒരു ഉഴപ്പും ഞാൻ കാണിച്ചില്ല. നല്ലോണം ഇരുന്ന് പഠിച്ചു. ഒടുവിൽ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നു. ഫുൾ A+ഓടെ ഞാൻ പാസ്സായി. അപ്പോഴും എൻ്റെ മനസ്സിൽ ദേവേട്ടനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. എങ്ങനെയാണ് ദേവേട്ടൻ പാസ്സായെന്ന് അറിയുമെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് സ്കൂളിൻ്റെ ബുള്ളറ്റിൻ ബോർഡിൽ റിസൾട്ട് ഇട്ടുണ്ടെന്ന് അറിയുന്നത്. ഒട്ടും ചിന്തിക്കാതെ പിന്നൊരു ഓട്ടമായിരുന്നു. പാവാടയും പൊക്കി പിടിച്ച് വരമ്പിലൂടെ പാലം താണ്ടി ഓടിച്ചെന്ന് നോക്കുമ്പോൾ നല്ല മാർക്കോടെ തന്നെ ദേവേട്ടനും പാസ്സായെന്ന് അറിഞ്ഞു. പിന്നെ ഞാൻ ഭൂമിയിലൊന്നല്ലായിരുന്നു, പാറിപ്പറന്നാണ് പിന്നീട് വീടെത്തുന്നത്. ടി വിയിൽ പാട്ട് വെച്ച് ഡാൻസും ചോറ്റിയാട്ടിയിലെ ചോറിന് ബൗളിലാക്കി അതിന് കേക്കായി സങ്കല്പിച്ച് ദേവേട്ടനോർത്ത് മുറിച്ചുകൊണ്ട് ഞാൻ സ്വയം സന്തോഷം കണ്ടെത്തി. എന്നാൽ അതിന് പറയുക മറ്റൊരു വേദന എന്നെ തേടിയെത്തി. ദേവേട്ടൻ ദൂരെ ഏതോ നാട്ടിലേക്ക് പഠിക്കാൻ പോകുന്നെന്ന്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീടുള്ള നാളുകൾ സ്കൂളിൽ പോകാൻ തന്നെ മടുപ്പായിരുന്നു. അങ്ങനെ 6 മാസം ഒന്ന് കാണാൻ പോലും കഴിയാതെ ഉള്ളം വിങ്ങിക്കൊണ്ട് നടന്നു. അതിനിടയിൽ ആരുടെയെല്ലാമോ പ്രണയലേഖനങ്ങൾ എൻ്റെ സൗന്ദര്യത്തെ തേടിയെത്തെങ്കിലും ആരും ഒന്നും എൻ്റെ മനസ്സ് കാണാൻ ശ്രമിച്ചില്ല. ദേവേട്ടനോളം ആരെയും സ്നേഹിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിവ് അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ദേവേട്ടനോട് പ്രണയമാണ് എൻ്റെ മനസ്സിലുള്ള വികാരമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പഠനത്തിനോടൊപ്പം നൃത്തവും ഞാൻ തുടർന്നുകൊണ്ടുപോയി. അത് അച്ഛൻ്റെ താല്പര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു. അങ്ങനെ എനിക്ക് അമ്പലത്തിൽ ഉത്സവം വന്നെത്തി. അന്നായിരുന്നു എൻ്റെ അരങ്ങേറ്റം. അന്നെങ്കിലും ദേവേട്ടനെ കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന് മഹാദേവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ആദ്യ ദിവസം എത്ര അറിഞ്ഞിട്ടും കാണാൻ കഴിഞ്ഞില്ല. 2ാമത്തെ ദിവസം അവിടെ ആകെ ദേവേട്ടനായി തേടി കിടന്നു, കണ്ടില്ല. അങ്ങനെ മനസ്സോടെ അരങ്ങേറ്റം കുറിക്കാൻ സ്റ്റേജിൽ കയറി. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് കൈകൂപ്പി നമസ്കരിച്ച് നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ ശില പോലെ നിൽക്കുന്ന ദേവേട്ടൻ. കണ്ണുകളൊന്നും നനഞ്ഞോ അറിയില്ല. പിന്നീട് ഓരോ ചൂട് യാന്ത്രികമായി ഞാൻ വെച്ചു തുടങ്ങി. ദേവേട്ടൻ്റെ കണ്ണുകൾ എന്നെ നോക്കുന്നതായി തോന്നി. എൻ്റെ ചൂടുകൾക്കൊപ്പം ദേവേട്ടൻ്റെ മിഴികളും കയ്യിലെ വിരലിൻ്റെ താളവും മിഴുകിച്ചേർന്നു. അതെനിക്ക് ഒന്നുകൂടെ ആവേശം കൂട്ടി. എൻ്റെ ദേവേട്ടൻ്റെ ഒരു നോട്ടം കൊതിച്ച നാളുകൾ ഓരോന്നും ആ നിമിഷങ്ങളിലൂടെ കടന്നുപോയി. അന്നു മുതലാണ് ദേവേട്ടന് ഇഷ്ടപ്പെട്ട ഈ നൃത്തത്തെ ഞാൻ പ്രണയിച്ചു തുടങ്ങുന്നത്. അന്നു മുതൽ ഒരു തരം ഭ്രാന്തമായ ലഹരിയായി നൃത്തം. ഓരോ സ്റ്റേജിൽ കളിക്കുമ്പോഴും മുന്നിൽ ഞാൻ ദേവേട്ടനെ കാണാറുണ്ട്. അന്നൊക്കെ ആ നോട്ട് എന്നിലേക്ക് എത്തുന്നതായി തോന്നി. അതൊരു ലഹരിയായി മാറി. നൃത്തത്തിൻ്റെ എല്ലാ തലവും എൻ്റെ കൈകളിൽ സുരക്ഷിതമാക്കാനുള്ള ഓട്ടമായിരുന്നു പിന്നീട് അങ്ങോട്ട്. നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടിയല്ല ഞാൻ നൃത്തം പഠിച്ചത്, എൻ്റെ പ്രണയത്തിന് വേണ്ടി. ആ നോട്ടം കുതിച്ച് ദേവേട്ടനുള്ള ഇഷ്ടം ഞാൻ പ്രകടമാക്കിയത് നൃത്തത്തെ പ്രണയിച്ചുകൊണ്ടായിരുന്നു. കളിക്കുന്ന ഓരോ നൃത്തച്ചൂടിലും ഭഗവാനെ സങ്കല്പിക്കണമെന്നാണ് ഗുരുക്കൾ പഠിപ്പിച്ചിരുന്നതെങ്കിലും ഞാൻ കണ്ടതെല്ലാം ആ കണ്ണുകളിലെ തിളക്കമായിരുന്നു. 2 വർഷം തള്ളി നീക്കി ഞാനും ദേവേട്ടൻ പഠിക്കുന്ന നാട്ടിലേക്ക് എത്തി. എൻ്റെ ജീവിതവും ജീവനും സ്വപ്നവും പ്രണയവും എനിക്ക് നഷ്ടപ്പെടുത്തി തന്ന നാട്ടിലേക്ക്. ഭദ്രയുടെ കഥയിൽ മുഴുകിച്ചേർന്നിരിക്കുകയാണ് ദേവൻ. ഈ കഠിനമായ പ്രണയത്തിന് വേദന സമ്മാനിക്കരുതെന്ന് മാത്രമായിരുന്നു മനസ്സിലെ പ്രാർത്ഥന. ആർക്കാണ് ഒരാൾ ഇത്രയധികം പ്രണയിക്കാൻ കഴിയുക? തനിക്ക് ദേവൂട്ടിയുടെ പ്രണയമായിരുന്നു എന്ന് പോലും ദേവൻ ചിന്തിച്ചു പോയി. ആര്യാനി ഭാർഗവ് ആരാധനയായിരുന്നു ആര്യാനി എന്ന നർത്തകിയോട്. നൃത്തത്തിൽ പുതിയ പരീക്ഷണം നടത്തുന്ന മേളം തന്നെയാണോ എൻ്റെ ഗുരു എന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ ആഗ്രഹം പോലെ എല്ലാം സംഭവിച്ചു.
വിധി ഡാൻസ് കമ്പനി മാഡം നടത്തുന്ന ഡാൻസ് സ്കൂളിൻ്റെ ബ്രാഞ്ച് എറണാകുളത്ത് ആരംഭിക്കുമെന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. വിധി എന്നെ ദേവേട്ടിലേക്ക് അടുപ്പിക്കാനാണ് തോന്നിപ്പോയി. അങ്ങനെ നൃത്തത്തിൽ പ്രാവീണ്യം നേടാനുള്ള യാത്ര ആരംഭിച്ചു. അവിടെയും ദേവേടിനെ തേടി ഞാനെത്തി. വീണ്ടും ദേവേടിന് പുറകെയുള്ള നാളുകൾ. അപ്പോഴും എൻ്റെ ഇഷ്ടം തുറന്നു പറയണമെന്ന ചിന്ത എന്നിലുണ്ടായിരുന്നില്ല. കാരണം കൂടെ നടക്കുന്നതിനേക്കാൾ പുറകെ നിഴൽ പോലെ പിന്തുടരുന്നതിൽ ഞാൻ സന്തോഷം കണ്ടെത്തി. അങ്ങനെ ഒരു ദിവസം ദേവേട്ടിൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ തേടിയെത്തി. ഒരുതരം ഭയമായിരുന്നു, ഉടലിലെ വിറയിൽ. ഇപ്പോഴും ഓർക്കുമ്പോൾ എന്തിനെന്നില്ലാത്ത ഭയമാണ്. എന്നാൽ ആ വന്ന വ്യക്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും ശുദ്ധനായ മനുഷ്യനായിരുന്നു. എൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ നിമിഷം മുതൽ ഒരു താങ്ങായി തണലായി എനിക്കൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ പ്രണയം ദേവേട്ടൻ അറിയണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു അദ്ദേഹമായിരുന്നു. എന്നാൽ ഞങ്ങൾ രണ്ടാളുടെ എല്ലാ പ്രതീക്ഷകളും തച്ചെടുക്കുന്ന ആളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കോൾ എന്നെ തേടിയെത്തി. അത്രയും ആവേശത്തോടെയാണ് ഞാൻ കോൾ അറ്റൻഡ് ചെയ്ത്. എന്നാൽ അന്ന് കേട്ട വാർത്ത ഒരുതരം മരവിപ്പായിരുന്നു ശരീരത്തിന്. ദേവേട്ടൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്നതിൻ്റെ 10 മടങ്ങ് ആഴത്തിലാണ് അവരുടെ പ്രണയമെന്ന് ആ വാക്കുകളിലൂടെ എനിക്ക് വ്യക്തമായി. അദ്ദേഹം അത് വൈകിയാണ് അറിഞ്ഞെന്ന വിഷമം എന്നോട് പങ്കുവെച്ചു. ഒന്ന് പൊട്ടിക്കരയാൻ ഉള്ളം വെമ്പി. കഴിഞ്ഞില്ല, തളർന്നിരുന്നു പോയി. 15-ാം വയസ്സിൽ മനസ്സിൽ കയറിക്കൂടിയ മുഖം, തൻ്റെ ജീവിതത്തിൽ ഓരോ നേട്ടങ്ങൾക്കും കാരണക്കാരനായവൻ, കണ്ട സ്വപ്നങ്ങളിലെല്ലാം എൻ്റേതു മാത്രമായ പ്രണയം. ഇന്ന് ആ മനസ്സ് മറ്റാർക്കോ സ്വന്തമാണെന്ന തിരിച്ചറിവ്. ഒരു തുള്ളി കണ്ണീര് പോലും എന്നിൽ നിന്ന് പൊഴിഞ്ഞില്ല. പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് ടേബിളിൽ നിന്ന് ചിലങ്ക താഴേക്ക് വീണു. ഒരു ഞെട്ടലോടെ വിറയാർന്ന കൈകളോടെ ഞാനത് കയ്യിലെടുത്തു. ഒരു മുത്ത് അതിൽ നിന്ന് ഊർന്നു വീണു. അതെൻ്റെ സ്വപ്നങ്ങളാണോ, എൻ്റെ പ്രണയമാണോ? ചിന്തിക്കാതെ ഇരുന്നില്ല. ഒരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിക്കാൻ ആരും കൂടെ ഉണ്ടായില്ല. എന്തോ ആ ചിലങ്കയിൽ നിന്ന് വന്ന ധ്വനി ദേവേട്ടൻ്റെ സാമീപ്യം അറിയിച്ചു. ഉള്ളിൽ നിന്ന് ആരോ എന്നെ കുത്തിയുണർത്തുന്ന പോലെ, യാന്ത്രികമെന്ന പോലെ കാലുകളിലേക്ക് ചിലങ്ക കെട്ടി. കാതുകളിലേക്ക് ഈണമെന്നെ തേടിയെത്തി. പതിയെ ചൂട് വെച്ച് തുടങ്ങി. കണ്ണുകളിൽ തെളിഞ്ഞു വന്ന് ആ 17 വയസ്സുള്ള പൊടിമീശക്കാരനായിരുന്നു. നനഞ്ഞൊട്ടി ഉടുപ്പും കയ്യിൽ വാഴയിലുമായി നിന്ന അവൻ്റെ മുഖം, പാടവരമ്പത്തെ ചേറിൽ കളിച്ചു മറിയുന്നതും അമ്പലക്കുളത്തിൽ ആവേശത്തോടെ നീന്തി തുടിക്കുന്നു. മാഷിൻ്റെ തൊഴിലെ മാവിൽ വലിഞ്ഞു കയറി മാങ്ങ പൊട്ടിക്കുന്നു. എല്ലാം ഒരു കള്ളച്ചിരിയോടെ നോക്കുന്ന ആ 15 വയസ്സുകാരിയെ മാറിയിരുന്നു ആ നിമിഷം ഞാൻ. 15 വയസ്സുകാരി കുഞ്ഞിപ്പെണ്ണിൽ നിന്നും 18 വയസ്സുകാരി പാവാടപ്പെണ്ണിലേക്ക് മാറിയിട്ടു ആ മനസ്സ് അന്നും തുടിച്ചത് ആ പൊടിമീശക്കാരനെ ആയിരുന്നു. ദേവേട്ടൻ നാട്ടിലെത്തി എന്നറിയുന്ന രാത്രികൾ പലതും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇരുട്ടിനെ ഭയന്നിരുന്ന പെണ്ണ് രാത്രിയെ പ്രണയിച്ചു തുടങ്ങിയ ദിനങ്ങൾ. അവൻ്റെ വീടിൻ്റെ ജനൽപ്പാളികളിലൂടെ അവൻ പോലും അറിയാതെ നോക്കി നിന്ന എത്രയോ രാത്രികൾ. ചില ദിനങ്ങളിൽ അവൻ്റെ മൂളിപ്പാട്ടുകൾ എന്നെ തേടിയെത്താറുണ്ട്. ഇരട്ട ഭാഗം പിന്നിക്കെട്ടിയ മുടിയിൽ കൈകോർത്തും പാവാടത്തുമ്പിൽ പിടിച്ച് വട്ടം കറങ്ങി അവൻ്റെ പാട്ടുകൾക്ക് ചുവടുവെച്ച ഇരവുകൾ. പൊടിമീശക്കാരിൽ നിന്ന് കുറ്റിത്താടിയും കട്ടിയുള്ള കറുത്ത മീശയും അവൻ്റെ സൗന്ദര്യം ഒന്നുകൂടെ വർദ്ധിപ്പിച്ചതായി തോന്നിയെങ്കിലും ആ നുണക്കുഴി കാണാൻ കഴിയാത്ത വിഷമം തോന്നാറുണ്ട്. എന്നാൽ ചിരിക്കുമ്പോൾ താടിയുടെ മറനീക്കി പുറത്തു വരുന്ന ആ നുണക്കുഴിയിൽ അലിഞ്ഞുപോയ നിമിഷങ്ങൾ. ദേവേട്ടൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്ന വാക്കും, നൃത്തം ചെയ്യുമ്പോൾ എന്നെ തേടിയെത്തുന്ന കണ്ണുകൾ, മറ്റൊരു പെണ്ണിന് സ്വന്തമായെന്ന തിരിച്ചറിവ്, ഇനി ദേവേട്ടൻ എൻ്റെ ആരുമല്ലെന്ന വേദനയും. ദേവേട്ടായി നരറി വിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് താഴേക്ക് നിലംപതിക്കുമ്പോൾ കഠിനമായ നൃത്തത്തിൻ്റെ ആഘാതത്തിൽ മുത്തുകൾ ചിന്നിച്ചിതറി. ചിതറി വീണത് മുത്തുകളായിരുന്നില്ല, എൻ്റെ ഹൃദയം, പ്രണയം, സ്വപ്നങ്ങൾ, സന്തോഷം, അങ്ങനെ എല്ലാമെല്ലാമായിരുന്നു. ആ രാത്രിയെ തരണം ചെയ്യാൻ സ്വയം ഒരു ഭ്രാന്തിയെപ്പോലെ സർവ്വതും എറിഞ്ഞു പൊട്ടിച്ചു, അലറിക്കരഞ്ഞു, വിധിയെ പഴിച്ചു, ഒടുവിൽ തളർന്നു വീണു. പറഞ്ഞു തീരുമ്പോൾ ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദേവൻ എന്തു പറയണമെന്നറിയാത്ത അറിഞ്ഞിരുന്നു പോയി.